ക്ഷേത്രാചാരങ്ങളിൽ കൈകടത്തുവാൻ ആരെയും അനുവദിക്കില്ല. കേരള ക്ഷേത്രാചാര പൈതൃക സംരക്ഷണ സമിതി. ക്രൂരതയാണ് മാനദണ്ഡമെങ്കിൽ ആദ്യം നിർത്തലാക്കേണ്ടത് അറവുശാലകളാണ്. ആചാര സംരക്ഷണത്തിനായി നിയമനിർമ്മാണം നടത്തുക, കപട മൃഗസ്നേഹികളുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മൗനം വെടിയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ക്ഷേത്രാചാര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാമജപ ഘോഷയാത്ര നടത്തി. ആനന്ദവല്ലീശ്വരം ക്ഷേത്ര മൈതാനത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ അണിനിരന്നു. ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള ബസ്വേയിൽ സമാപിച്ച ഘോഷയാത്ര പരിമണം ശ്രീ ദുർഗാദേവി ക്ഷേത്രം സെക്രട്ടറി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. കേരള ക്ഷേത്രാചാര പൈതൃക സംരക്ഷണ സമിതി വക്താവ് വിഷ്ണു പട്ടത്താനം മുഖ്യ പ്രഭാഷണം നടത്തി. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി അനിൽകുമാർ, പ്ലാവറ ദേവീക്ഷേത്രം പ്രസിഡന്റ് ബാപ്പുജി, മുഖത്തല ക്ഷേത്രം പ്രസിഡന്റ് വിജയൻ, പുതിയിടം മഹാദേവ ക്ഷേത്രം പ്രതിനിധി ജയകുമാർ, കേരള ക്ഷേത്രാചാര സംരക്ഷണ സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ പുഷ്പകുമാർ മയ്യനാട്, സജു ഉണ്ണിത്താൻ, ചാത്തന്നൂർ ഗണേശോത്സവ ട്രസ്റ്റ് പ്രതിനിധി കാർത്തിക്, കലാകാരന്മാരുടെ അസോസിയേഷനു വേണ്ടി വൈശാലി പ്രദീപ്, ലൈറ്റ് ആൻഡ് സൗണ്ട് പ്രതിനിധിയായി റോയൽ സൗണ്ട് മധു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫേസ് ടു ഫേസ് മീഡിയ, കൊല്ലം.